Hello everyone, welcome back to Surya's Travel and Cooking World. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രൊക്കോളി തോരനാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബ്രൊക്കോളി കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അപ്പോൾ ഈ ബ്രൊക്കോളി എന്ന വെജിറ്റബിൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ്. അതിൽ പ്രധാനമാണ് ക്യാൻസർ എന്ന സാധ്യതയെ കുറയ്ക്കുന്നു എന്നത്. അതായത് സ്റ്റൊമക്ക് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, അതുപോലെ തന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ളവയുടെ സാധ്യത കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ബ്രൊക്കോളി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രൊക്കോളിയുടെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു എന്നതാണ്. കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കപ്പ് ചോപ്ഡ് ബ്രൊക്കോളി പ്രൊവൈഡ് ചെയ്യുന്നത് 92 മൈക്രോഗ്രാം വൈറ്റമിൻ കെ ആണ്. അതായത് നമുക്കൊരു ദിവസം ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ കെ ഇതിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലുക്കിംഗ് യങ്ങർ. അതായത് ഇതിനകത്ത് ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതായത് എല്ലാവിധ സ്കിൻ ഡാമേജിൽ നിന്നും ബ്രൊക്കോളി സ്ഥിരമായി കഴിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡൈജഷന് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും പിന്നെ ഇതിലാണ് ധാരാളം ഫോളിക് ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ക്രോണിക് ഡിസീസസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതായത് സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, പലവിധ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഡയബറ്റീസ് പോലുള്ളവ വരാനുള്ള സാധ്യത ഇത് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രൊക്കോളിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രൊക്കോളിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് ബ്രൊക്കോളി തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബ്രൊക്കോളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പിടി തേങ്ങ മതി, ഒരു കൈക്ക് കൊള്ളാവുന്ന തേങ്ങ, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ്. മുട്ട ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. മുട്ട ഇഷ്ടമാണ്, ചേർക്കാം. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് താളിക്കാം. ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു പിഞ്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി തോരൻ്റെ കൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ലോ ഫ്ലെയിമിലിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ വെള്ളം മതി, പെട്ടെന്നൊന്ന് വാടി കിട്ടാനാണ്. അപ്പോൾ ഇത് വാടി വരുമ്പോഴത്തേനും നമുക്കിതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ബ്രൊക്കോളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ജസ്റ്റ് വാടിയാൽ മതി, ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല. നമുക്കിനി മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.